ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ നമ്മളിൽ ചിലരെങ്കിലും കേട്ട് കാണും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്രിപ്റ്റോ കറൻസി എന്നത് ഒരു വെർച്വൽ ഡിജിറ്റൽ കറൻസിയാണ്. നമ്മൾ ഓൺലൈനായി ക്യാഷ് സെൻഡ് ചെയ്യുന്നത് പോലെ മാത്രം സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി. ഇൻ്റർനെറ്റിലാണ് ഇത് നിലനിൽക്കുന്നത്. ബിറ്റ്കോയിൻ, ഇതേറിയം, റിപ്പിൾ പോലെ ഒരുപാട് കറൻസികൾ ഇപ്പോൾ നിലവിലുണ്ട്. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറൻസി സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പണം അയക്കുന്ന ആളുടെയും ലഭിക്കുന്ന ആളുടെയും ഇടയിൽ ബാങ്കുകളും സെർവറുകളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു സിസ്റ്റത്തിൽ പല പോരായ്മകളും ഉണ്ട്. ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, വേറൊരു രാജ്യത്ത് നിന്നാണ് പണം അയക്കുന്നതെങ്കിൽ അത് ലഭിക്കുവാൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം. കാരണം ഈ ഒരു ട്രാൻസാക്ഷനിൽ ഒരുപാട് പ്രോസസ്സും വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെയുള്ളത്, ഒരുപാട് സർവീസ് ചാർജുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലതരത്തിലുള്ള മാനിപ്പുലേഷനുകളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു സിസ്റ്റം 2008 അവതരിപ്പിക്കുകയുണ്ടായി. അതാണ് ക്രിപ്റ്റോ കറൻസി. സക്കോഷി നാക്കാമോട്ടോ എന്ന ആളാണ് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചത്. സക്കോഷി നാക്കാമോട്ടോ എന്നത് ഒരു ആണാണോ പെണ്ണാണോ അല്ല ഒരു കൂട്ടം ആൾക്കാരാണോ എന്നത് ഇതുവരെ ആർക്കും അറിയില്ല. 2009 ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ലോഞ്ച് ചെയ്തത്. അന്ന് ബിറ്റ്കോയിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നൊരു ബിറ്റ്കോയിന് ഏകദേശം 7 ലക്ഷം രൂപ വരെയുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ബിറ്റ്കോയിൻ വെച്ച് വിവരിക്കാം. ബിറ്റ്കോയിന് നോർമൽ കറൻസിയുമായുള്ള പ്രധാന വ്യത്യാസം അത് ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ റുപ്പീസ് എന്ന കറൻസിയെ RBI നിയന്ത്രിക്കുന്നത് പോലെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ബിറ്റ്കോയിൻ ഇല്ല. ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നിയന്ത്രിക്കുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് മുന്നോട്ടുള്ള എക്സ്പ്ലനേഷനിൽ പറയാം. ബിറ്റ്കോയിൻ്റേത് സെക്യൂർ ട്രാൻസാക്ഷൻ ആണ്. പിന്നെ ട്രാൻസാക്ഷൻ സ്പീഡ് വളരെ കൂടുതലാണ്. ബാങ്കിങ് സിസ്റ്റത്തിലുള്ള പോലെ മാനിപ്പുലേഷനോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ ബിറ്റ്കോയിൻ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെയാണ്. ഇനി ബിറ്റ്കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് പണം അയക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരുപാട് ബാങ്കിങ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അവിടെയാണ് കണക്കുകളും ലെഡ്ജറുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കണക്കുകളും ലെഡ്ജറുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും നേരത്തെ പറഞ്ഞ പിയർ ടു പിയർ നെറ്റ്വർക്ക് വഴിയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഉപയോഗിച്ചാണ്. ഒരാൾ മറ്റൊരാൾക്ക് ബിറ്റ്കോയിൻ അയക്കുമ്പോൾ പിയർ ടു പിയർ നെറ്റ്വർക്കിലേക്ക് ഒരു ബ്ലോക്കായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് ആ നെറ്റ്വർക്കിലുള്ള ചിലർ വെരിഫൈ ചെയ്യുന്നു. ശേഷം ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ആ ബ്ലോക്കിനെ ആഡ് ചെയ്യുന്നത് വഴി ട്രാൻസാക്ഷൻ പൂർത്തിയാവുന്നു. ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ആളെ ബിറ്റ്കോയിൻ മൈനേഴ്സ് എന്ന് വിളിക്കും. ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നതിലൂടെ ബിറ്റ്കോയിൻ റിസർവിൽ നിന്ന് കുറച്ച് ബിറ്റ്കോയിൻ ലഭിക്കുന്നു. ഈ നെറ്റ്വർക്കിലെ പല ആൾക്കാരും പല സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതും അതിനെ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുന്നതും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെ സെക്യൂറും സ്ട്രോങ്ങുമാണ്. ബിറ്റ്കോയിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് അതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇരട്ടിയാവുകയും അല്ലെങ്കിൽ നേരെ പകുതിയാവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ നേടിയെടുക്കാൻ മൈനിങ്ങിലൂടെയും ചെറിയ ടാസ്കുകളിലൂടെയും ഗെയിംസ് വഴിയും നോർമൽ ക്യാഷ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് വഴി കൺവേർട്ട് ചെയ്യുന്നതിലൂടെയും സാധിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എങ്ങനെ ഈസിയായി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ നേടിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.